ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ വീണ്ടും കൊച്ചടുക്കളയിലെത്തിയിരിക്കുകയാണ്. കൊച്ചടുക്കള എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സ്ഥലമല്ലേ, എൻ്റെയും. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഇത് സാധാരണ കുറേ വർഷം മുന്നേ, അതായത് കേറ്ററിംഗ് തുടങ്ങിയ കാലം തൊട്ട് നമ്മളിങ്ങനെ ചെറിയ പാർട്ടീസ്, അതായത് 100 above 100 പേർക്കും അതിന് കൂടെയുള്ള അതിനെക്കാട്ടിലും കുറച്ചുകൂടിയുള്ള ആൾക്കാർക്കൊക്കെ ചെറിയ ചെറിയ പാർട്ടീസ് ഉണ്ട്. അതൊക്കെ ചെറുതായിട്ടാണ് പറയുന്നത് 100 and above എന്ന് പറയുമ്പോൾ. കാര്യം കല്യാണം എന്നൊക്കെ പറയുമ്പോൾ 1000, 2000 അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പാർട്ടീസിലാണെങ്കിലും ഈവനിങ് ഡിന്നർ ആണെങ്കിലും ഫ്രൈഡ് റൈസ്, ചിക്കന്, അത് ഇത്, കുറുമ, അപ്പം, സ്റ്റൂ, പിന്നെ അത് ചപ്പാത്തി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ഉണ്ടാകും. അതിൻ്റെ ലാസ്റ്റ് ഭാഗം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഒന്നും കഴിക്കാത്ത ആൾക്കാർ ധാരാളം ഉണ്ടാകും. എന്നിട്ട് അതിൽ ഫാറ്റൊക്കെ ഉണ്ടല്ലോ, ഗീ, എണ്ണ ഒക്കെ ചേർന്ന് വരുന്നത്. അതുകൊണ്ട് അവർക്ക് എപ്പോഴും കുറച്ച് പ്ലെയിൻ റൈസ്, ചിലർ പറയും പ്ലെയിൻ റൈസും കുറച്ച് പുളിശ്ശേരി, അവിയലോ തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം, കുറച്ച് തൈരും വയ്ക്കും. പക്ഷേ കുറേ ആൾക്കാർക്ക് തൈര് സാദം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പറയും ഇങ്ങനെ ഹെവി ആയിട്ട് നമ്മളിങ്ങനെ എരിവുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് കുറച്ച് തൈര് സാദം കഴിക്കുമ്പോൾ ഒരു കൂളിംഗ് ഇഫക്റ്റ് ആണെന്നാണ് പറയുന്നത്. മാത്രമല്ല നല്ല ദഹനം പെട്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ഫയറി ഡിഷസ് എല്ലാം കഴിച്ചിട്ട് ലാസ്റ്റ് ഒരു തൈര് സാദത്തോടു കൂടിയായിരിക്കും ആ ഡിന്നർ അവസാനിക്കുന്നത്. അപ്പോൾ അതൊരു സ്ഥിരം പാറ്റേൺ ആയിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് മുളകാ കറി എന്ന് പറയും. മിളകാ കറി എന്നും പറയാം, മുളകാ കറി എന്നും പറയും. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ തൊണ്ടൻ മുളക് കൊണ്ടൊരു കറി. അതിൻ്റെ റെസിപ്പി എന്നോട് ഒരുപാട് പേര് എത്രയോ കാലം ചോദിക്കുമായിരുന്നു. ഞാൻ അറിയുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കും, ചോദിക്കുന്നവരോട്. അതൊരു സ്വീറ്റ് ആൻഡ് സാർ, അങ്ങനെയാണ്. പുളിയും മധുരവും കുറച്ച് എരിവും എല്ലാം കൂടി ചേർന്ന് വരുന്നതാണ്. അത് തൈര് സാദത്തിൻ്റെ സൂപ്പർ കോംബോ ആണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ രണ്ടും കാണിച്ചു തരാൻ പോവാണ്. തൈര് സാദം ഉണ്ടാക്കുന്നു, അതോടൊപ്പം മുളകാ കറിയും ഉണ്ടാക്കുന്നു. മുളകാ കറി വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ചോറ് വേവിച്ചു. ഇത് തൈര് സാദത്തിനുള്ളതാണ്. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പരന്ന ഒരു എന്താ പറയണ്ടേ ബേസിൻ, ഓക്കെ, ബേസിനിലിട്ട് വെച്ചേക്കുക. ഈ ചൂടൊന്ന് മാറണം, പക്ഷേ ആ ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് വെക്കും. അത് തവി വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ കുഴച്ച്. ഈ തൈര് സാദം എന്ന് പറയുമ്പോൾ നല്ല കുഴഞ്ഞിരിക്കുന്നതാണ് വേണ്ടത്. കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ ചോറ് കിടക്കാതിരിക്കുന്നതാണ് നല്ല. ചോറ് ആണെന്ന് മനസ്സിലാവും, എങ്കിലും നല്ലതായിട്ട് പേസ്റ്റ് വരും. നമ്മളിങ്ങനെ മാഷ് ചെയ്തെടുക്കില്ലേ, അതുപോലെ ആക്കണം. അപ്പോൾ ചൂടോട് കൂടിയാണെങ്കിലേ മാഷ് ആകുള്ളൂ, കുറച്ച് ഫാസ്റ്റായിട്ട്. അപ്പോൾ ചൂടായതുകൊണ്ട് കൈ കൊണ്ട് പറ്റില്ല, സ്പൂൺ കൊണ്ട്, തവി കൊണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പൊന്നിയരിയിലാണ് ഉണ്ടാക്കുക. പൊന്നിയരി അല്ലെങ്കിൽ നല്ല ഇനം വൈറ്റ് റൈസ്, നമ്മൾ ചോറ് വയ്ക്കുന്ന അരി. എപ്പോഴും നമ്മൾ ചെയ്യുന്ന പൊന്നിയരിയിലാണ്. പൊന്നിയരി ചെറിയ അരിയാണ്, ചെറുത്, സ്മോൾ ക്യൂട്ട് പൊന്നിയരി ചോറ്. ആ പൊന്നിയരി ചോറ് വയ്ക്കാനും ഒരുപാട് ആൾക്കാർ, ബ്രാഹ്മിൻസൊക്കെ പൊന്നിയരിയിൽ ചോറ് വയ്ക്കുന്നത്. അത് ഭയങ്കര നല്ലതാണ്, പെട്ടെന്ന് വേഗം, സോഫ്റ്റ് ലൈറ്റ് ആയിട്ടുള്ളൊരു റൈസാണ്. ഇത് നോക്കിയേ, കാണുന്നുണ്ടല്ലോ, അതെ, ഇത്രയും നന്നായിട്ട് വേകണം. നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കാൻ അതാണ് എളുപ്പം. നന്നായിട്ട് വേഗവും വേണം. ഇപ്പം നല്ല ചൂടുണ്ട്, ആ ചൂടോടുകൂടി ഇങ്ങനെ മാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ 5 കപ്പ് വേവിച്ച ചോറുണ്ട്. അപ്പോൾ 1 കപ്പ് റൈസ് വേവിച്ചാൽ ഏതാണ്ടൊരു ഓൾമോസ്റ്റ് ഇത്രയും കിട്ടും നമുക്ക്. വേവിച്ച ചോറ് 5 കപ്പ്, അതാണിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കണക്ക്. അപ്പോൾ ഇങ്ങനെ കുഴച്ച് വരുമ്പോൾ നന്നായിട്ട് മാഷ് ചെയ്ത് പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഏകദേശം ചെറിയ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഈ കുഴയ്ക്കുന്ന പ്രോസസ്സിൽ തന്നെ അത് തണുത്ത് തുടങ്ങി. ഇങ്ങനെ പരന്ന പാത്രത്തിലല്ലേ. അപ്പോൾ 1/2 കപ്പ് പാലും കൂടി അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് ലൂസായിട്ട് കുറച്ചൊരു അയവിലിരിക്കും, അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ അത് ഭയങ്കര ഹാർഡായിരിക്കില്ലേ. ഇത് 1/2 കപ്പ് തണുത്ത പാലും കൂടി ഒഴിച്ച് ഒരു 1/2 കപ്പ്, ഒരു 1/2 കപ്പ് പാലൊഴിച്ച് റെഡിയാക്കി. ഇതിരിക്കട്ടെ, ഒരു സൈഡിലോട്ട് മാറ്റാം. ഇനി നമ്മൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് കടുക് താളിക്കൽ. അതായത് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ വേണ്ടത് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്. ഇതെല്ലാം കൂടിയിട്ട് താളിച്ചിട്ട് അതിൻ്റെ കൂടെ ഇഞ്ചി പച്ചമുളകും കൂടിയിട്ട് ഒന്ന് വഴറ്റി മൂപ്പിക്കണം. അപ്പോൾ അതിന് ഇഞ്ചി അരിയാം. അപ്പോൾ ഏതാണ്ട് ഒരു 4 പച്ചമുളകും 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി, 1.5-2 ടേബിൾ സ്പൂണിൻ്റെ ആകാം ഇഷ്ടത്തിനനുസരിച്ച്. എന്നാലും ഒരു 1.5 ടേബിൾ സ്പൂണെങ്കിലും ഉള്ളത് നല്ലതായിരിക്കും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞാൽ അത്രയും കിട്ടും. ഓക്കെ, അരിഞ്ഞ് കഴിഞ്ഞു. ഇനി വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ഞാൻ അടുത്ത് വെച്ചു. ഓക്കെ, അടുപ്പ് കത്തിക്കട്ടെ. അപ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചിലരെല്ലാം കുറച്ച് നെയ്യിൽ താളിച്ചിടുന്ന ഒരു രീതിയുണ്ട്, പക്ഷെ നമുക്ക് വെളിച്ചെണ്ണ മതി. നല്ല ചൂടായി. കടുക് 1 ടീസ്പൂൺ. അപ്പോൾ പൊട്ടിത്തുടങ്ങിയിട്ട് ഉഴുന്നുപരിപ്പ് ഒരു 1.5 മുതൽ 2 ടീസ്പൂൺ വരെ ആകാം. ഈ ഒരല്പം കുറയ്ക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കടലപ്പരിപ്പ്, അതെ, അതൊരു 2 ടീസ്പൂൺ. പെട്ടെന്ന് തന്നെ കളറെല്ലാം മാറി വരും. ഇനി തീ നന്നായിട്ട് ഞാൻ കുറച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക്
വറ്റൽമുളകും നമ്മുടെ കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞാൽ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും. ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇനി പച്ചമുളക്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വരട്ടെ പച്ചമുളകും ഇഞ്ചിയെല്ലാം ഇളക്കി കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കായപ്പൊടി ഇച്ചിരി ചേർക്കണം. അത് നമ്മൾ റൈസിലേക്ക് ചേർത്താലും മതി. ഇത് ഇട്ടിട്ട് ഓക്കെ. അപ്പോൾ ഇപ്പോൾ പാകത്തിന് മൂത്ത് കഴിഞ്ഞു. എനിക്ക് നല്ല ചുമ വരണുണ്ട്. പച്ചമുളക് ഇഞ്ചി ഇനി നേരെ എടുത്തിട്ട് അപ്പോൾ ഈ മുളകിൻ്റെ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ചോറിൽ പിടിക്കും. ഇനി ഇതിൽ കുറച്ച് ഉപ്പും കായപ്പൊടി ഏകദേശം ഒരു 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ വരെ ആകാം. എങ്കിലും ഇപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചേർത്ത് കഴിഞ്ഞു. കായപ്പൊടി ചേർത്തു, ഉപ്പ് ചേർത്തു, നമ്മൾ വറവിലൊക്കെ ഇട്ടു. ഇനി ഇതിനകത്തേക്ക് തൈരും പാലും, തണുത്ത പാലാണ് വേണ്ടത്. അപ്പോൾ കാച്ചി തണുപ്പിച്ച് വയ്ക്കുക, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാൽ. തൈര് ഞാൻ സാധാരണയായിട്ട് ഈ ഒരു ക്വാണ്ടിറ്റി ഓഫ് റൈസിന് 1/4 കപ്പ് തൈരും ബാക്കി പാലും കൂടി ചേർക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ 1/2 കപ്പ് പാലല്ലേ ചേർക്കുന്നത്, അത് കാണാൻ പോലും ഇല്ല. അത് ഇതിനകത്തേക്ക് മിക്സായി. ഇതേ നോക്കിക്കോളൂ. ഇതൊരു 1/4 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈര്. കാരണം ഒരുപാട് പുളിയുള്ള തൈര് ഒഴിച്ചിട്ട് പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചാലും ഭയങ്കര പുളിയായിരിക്കും. ഇത് കറക്റ്റായിരിക്കും, നമ്മൾ എപ്പോൾ കഴിച്ചാലും ഇത് കറക്റ്റായിരിക്കും. തൈര് ഒരു 1/4 കപ്പ്. ഇതിൻ്റെ കൂടെ പാലും കൂടി ചേർക്കാം. തണുത്ത പാല് ഒരു 3/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. തൈര് സാധനം ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബാക്കി പാലും കൂടെ ഒഴിക്കാം. അത് ഞാനൊരു 3/4 കപ്പാണ് ടോട്ടൽ. ആദ്യം ഒരു 1/2 കപ്പ് ഒഴിച്ചു. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് 1/4 കപ്പ് പാൽ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി ഇച്ചിരി കൂടെ ലൂസാക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചാൽ മതി. ഉപ്പൊക്കെ നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചെയ്യാം. അപ്പോൾ ഇനി ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരല്പം പാലും കൂടെ വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയാണ് നല്ല, ഇങ്ങനെ നമുക്ക് സ്പൂൺ വെച്ച് കോരി കുടിക്കുന്ന പോലെ നല്ലതാണ്. ഇങ്ങനെ നല്ല. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. അപ്പോൾ ഇത് ഒരുപാട് പുളിയായിട്ട് കഴിക്കാൻ പലർക്കും ഇഷ്ടമല്ല. അപ്പോൾ കുറച്ചുകൂടെ പുളി വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് തൈര് എന്നുള്ളത് 1/2 കപ്പ് തൈരും ഒരു 1/2 കപ്പ് പാലും അങ്ങനെ ചേർക്കാം. അപ്പോൾ ടോട്ടൽ 1 കപ്പ് പാലും 1/2 കപ്പ് തൈരിലും ചേർക്കാം. ആദ്യം 1/2 കപ്പ് പാൽ ഒഴിച്ച് മിക്സ് ചെയ്തു. ഈ ഒരു സമയത്ത് വീണ്ടും 1/2 കപ്പ് പിന്നെ 1/2 കപ്പ് തൈര് അങ്ങനെ ചെയ്യാം. എനിക്ക് എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് ഇതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഇച്ചിരി നേരം ഇരുന്നാലും അത് പുളിച്ചൊന്നും പോകില്ല. മറ്റേതാണെങ്കിൽ കുറച്ചുകൂടെ പുളി കൂടുതലാണ്, പിന്നെ പുളിക്കാത്ത തൈരായിരിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതലും പുളിക്കാത്ത തൈര് എടുക്കുക. ഇനി വേണമെങ്കിൽ ഒരല്പം പാലും കൂടെ, ഒരു 1/4 കപ്പ് പാലും കൂടെ വേണമെങ്കിലും ഒഴിക്കാം. അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ലൂസാവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതേ നോക്കിക്കോളൂ. ഈ കൺസിസ്റ്റൻസി നോക്കൂ. ഇതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന കൺസിസ്റ്റൻസി. ഇനി ഇതിനെ ഇച്ചിരി കൂടെ ലൂസാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചാൽ മതി. ദിസ് ഈസ് ഓൾസോ വെരി ഗുഡ് കൺസിസ്റ്റൻസി. ഇതിലിപ്പോൾ ഞാൻ എല്ലാം കൂടി ചേർത്തിട്ട് ആദ്യം ചേർത്ത 1/2 കപ്പും ഇപ്പോൾ ചേർത്ത 1 കപ്പും കൂടി ചേർത്ത് 1/2 കപ്പ് പാലും 1/4 കപ്പ് തൈരും. ഇച്ചിരി ഉപ്പ് നോക്കട്ടെ. നമ്മൾ വൈകുന്നേരത്തെ ആവശ്യത്തിനാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഉച്ചയോട് കൂടി തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുക. അപ്പോൾ സമയമാകുമ്പോൾ നല്ല തണുത്ത് നല്ല ആ കറക്റ്റ് പാകത്തിനിരിക്കും. അധികം പുളിയൊന്നും ഇല്ലാണ്ട് റൈറ്റ് ആയിരിക്കും. ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകണം. ഇതിൻ്റെ കോംബോ ആണ് മുളകാകറി. മിളകാകറി ഓർ മുളകാകറി. തുടങ്ങിയാലോ? ഇത് അടച്ച് വയ്ക്കാം. ഇത് ഫ്രിഡ്ജിലേക്ക് ഞാൻ മാറ്റിയാലോ എന്ന് ആലോചിക്കാം. ഓക്കെ, ഫ്രിഡ്ജിലേക്ക് മാറ്റാം അല്ലേ. വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, കുറച്ച് മല്ലിയില. ഇത് ഓപ്ഷണലാണ്, പക്ഷേ മല്ലിയിലയും കൂടി ഇട്ടാൽ വളരെ നല്ലതാണ്. കംപ്ലീറ്റ് അതിനകത്ത് ഇടാതെ ഒരല്പം മാറ്റി വയ്ക്കാം. നമുക്ക് അവസാനം അലങ്കാരം. ഇനി വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തൈര് സാധനം ഫ്രിഡ്ജിലേക്ക് പോകുന്നു. ഓക്കെ, നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. ഇനി അത് അവിടെ നിന്ന് ചിൽഡായിട്ടിരിക്കട്ടെ. അപ്പം മുളകാക്കറി അഥവാ മുളകാക്കറി ഉണ്ടാക്കണ്ടേ? തൊണ്ടൻ മുളക്. ഇതാണ് നമ്മളുടെ ഫേവറേറ്റ് ട്രിവാൻഡ്രം സ്പെഷ്യൽ തൊണ്ടൻ മുളക്. ഇപ്പോൾ നമ്മുടെ മോളീസ് ഗാർഡനിലും ഉണ്ട് തൊണ്ടൻ മുളക്. ഇത് പക്ഷേ മേടിച്ച കേട്ടോ, അത് തകയില്ലായിരുന്നു. ഒരു 150 ഗ്രാംസ്, 150 ഗ്രാം തൊണ്ടൻ മുളക്. ഇനി തൊണ്ടൻ മുളക് ഇല്ലാത്ത നിങ്ങളിൽ ഒരുപാട് പേർക്ക് തൊണ്ടൻ മുളക് കിട്ടില്ലല്ലോ. ട്രിവാൻഡ്രംകാർക്കാണ് കൂടുതൽ കിട്ടുന്നത്. കിട്ടാത്തവർ ഇത് അതിന് പകരം നമ്മളിപ്പോൾ ബജി മുളകൊക്കെ ഇല്ലേ, അതുപോലൊരു മുളക് ഉപയോഗിക്കാം.
അതായത് അധികം എരിവില്ലാത്ത മുളക്. അപ്പോൾ ബജി മുളകാണെങ്കിൽ ഓക്കെയാണ്. ഓരോന്നിനെ ഇത് കാണാൻ തന്നെ എന്തോ ഗംഭീരമാണല്ലേ, ഒരു മെജസ്റ്റിക് ലുക്ക്, ഒരു ആനച്ചന്തം എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ഇത് ഭയങ്കര നല്ലതാണ് ടേസ്റ്റും, അങ്ങനെ എരിവുമില്ല. ഇത് വെച്ചും ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ബജി ഉണ്ടാക്കാറുണ്ട് ഈ മുളകിൽ. ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത്. എല്ലാവരും അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഓരോ മുളകിനെയും നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെ പിളർന്നെടുക്കാം. നല്ല കറക്റ്റ് സൈസ് ഷേപ്പ്, നൈസ് ഫ്രഷായിട്ട് കിട്ടുകയും ചെയ്തു. ഇനി കട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യാം. അതായത് ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി, നമ്മുടെ സാധാരണ വാളൻ പുളി എടുത്തിട്ട് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ച് വയ്ക്കും കുതിരാനായിട്ട്. എന്നിട്ട് നമ്മൾ ആ വെള്ളം, പുളി വെള്ളം ഉണ്ടാക്കിയിട്ടാണ് നമ്മളിതിൽ ചേർക്കുന്നത്. ഇത് 2.5 കപ്പ് വെള്ളം അളന്നത്. ഇത് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലെ പുളി, സൈസ് കാണുന്നുണ്ടല്ലോ. വെള്ളം ഒഴിക്കാം, കുതിർന്ന് വരും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഓരോന്നിനെയും രണ്ടാക്കാം. ഇതിൻ്റെ ഉൾഭാഗം നോക്കിയേ, ഇത്രേ ഉള്ളൂ. ഇത് വലിയ എരിവൊന്നുമില്ല കേട്ടോ. ഈ അരി ഉണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല, അരിയോടുകൂടി തന്നെ നമ്മളിടും. എരിവുള്ള മുളക് ചെയ്യുകയാണെങ്കിൽ അരി മാറ്റിയിട്ട് ചെയ്യാം. ബജി മുളക് സാധാരണഗതിയിൽ വലിയ എരിവില്ലാത്തതാണ്. ഇനി എരിവുള്ള ടൈപ്പാണെങ്കിൽ കുറച്ച് അരി മാറ്റിയാൽ മതി, ഒരുപാട് വേണ്ട, കുറച്ച്. കട്ടിങ് കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, അടുപ്പ് കത്തിക്കുന്നു, താളിക്കുന്നു, ഇതൊന്ന് വഴറ്റുന്നു. അതാണ് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതൊരു മധുരവും പുളിയും എരിവും എല്ലാം കൂടി ചേർന്ന് വരുന്ന സ്വീറ്റ് ആൻഡ് സോർ ഒരു അച്ചാറാണ് പിക്കിൾ. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രേ ഉള്ളൂ. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കട്ടെ. ആദ്യം 1 ടീസ്പൂൺ കടുക് പൊട്ടട്ടെ. ഇനി തീ അല്പം ഒന്ന് കുറച്ചിട്ട് ബാക്കി കാര്യങ്ങൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പില നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഇനി ഇതിലോട്ടാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക്. ഇത് തീ കൂട്ടാം. എന്നിട്ടിത് വഴറ്റി ഈ മുളകെല്ലാം ഒന്ന് വാടണം. ആ എണ്ണയിൽ കിടന്നിങ്ങനെ വഴണ്ട് വരും. വഴണ്ട് കഴിയുമ്പോൾ അത് ചുരുങ്ങുമല്ലോ വാടിക്കഴിയുമ്പോൾ. ഇനി കുറച്ച് ബാക്കി കാര്യങ്ങൾ എടുക്കാം. മുളക് പൊടി, അങ്ങനത്തെ കാര്യം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ മുളകെല്ലാം വാടിക്കഴിഞ്ഞു. അതേ നോക്കി, ഒരു ചുവയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മൂക്കുമ്പോൾ. നന്നായിട്ട് വാടിക്കഴിഞ്ഞു, നല്ല ടെൻഡറായി മാറിക്കഴിഞ്ഞു. നല്ല എന്താ പറയുക, വളരെ വാടിയെന്ന് പറയാൻ പറയാമല്ലോ ആ ഒരു ഭാഗം. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് പുളിവെള്ളം ഒഴിക്കണം. അപ്പോൾ ഇനി പുളി വെള്ളം നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുമല്ലേ, അതൊന്ന് പിഴിയാം. തീ ഒന്ന് കൂട്ടി. ഓക്കെ, ചെറിയ തീയിൽ കിടക്കുമായിരുന്നു. ഇനി ഇതിനകത്തേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവിൻ്റെ കാര്യങ്ങളെല്ലാം ആയി കഴിഞ്ഞു ആണെന്നുണ്ടല്ലോ. പുളിയുടെ കാര്യമായി. ഇനിയാണ് മധുരത്തിൻ്റെ കാര്യം വരുന്നത്. ഒരു ചെറിയ ഉണ്ട ശർക്കര ചീകിയെടുത്തത്. അപ്പോൾ ഏകദേശം ഒരു കപ്പ് കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 3/4 കപ്പോളം വരും. അതായത് ഒരു ചെറിയ ഉണ്ട ശർക്കര ചീകിയതോ പൊടിച്ചതോ അതും ചേർത്ത് ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കും, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ട് വന്നു. എന്താ അറിയോ, ഇതിലൊരു ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ സീക്രട്സ് ആണ്. അപ്പോൾ നമ്മളുടെ കേറ്ററിംഗ് സീക്രട്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഇത് മൈദമാവാണ്. ഓക്കെ, മൈദമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തൊരു പേസ്റ്റ് പോലെ കലക്കിയെടുക്കാം. ഓക്കെ, മൈദമാവ് എത്രയാണെന്നല്ലേ, 1.5 ടേബിൾ സ്പൂൺ. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മൈദമാവും 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി മിക്സ് ചെയ്യാം. അതെ, തിളച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ മുളക്. ഓക്കെ, നല്ല തിള വരുന്നു. നല്ല തീയിലിട്ടിരിക്കുകയാണ് ഇപ്പോൾ, കുഴപ്പമില്ല. കട്ടയില്ലാണ്ട് ഇളക്കി വയ്ക്കും. ഇത് തിക്കാക്കാനാണ്. നമ്മുടെ ഈ കറി നല്ല കുറുകി വരും. മുളക് തകർത്ത് പിടിച്ച് തിളയ്ക്കണം. ഞാൻ തീ ഒന്ന് കുറയ്ക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും മൈദ വേണ്ട, കോൺഫ്ലവർ പോലെ. കോൺഫ്ലവർ ആകാം, പക്ഷേ അതിന് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, കോൺഫ്ലവറിൻ്റെ ഒരു ടെക്സ്ചറും മൈദ ഇട്ട് കുഴയ്ക്കുന്ന ആ ഒരു ടെക്സ്ചറും വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മൈദ തന്നെയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അതും റെഡി. ഇതിന് ലാസ്റ്റ് പരിപാടിയാണ്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി ഇത് ഒഴിച്ചു കൊടുക്കും. കട്ടയില്ലാണ്ടാണ് നമ്മൾ കലക്കേണ്ടത്. അത് കലക്കി കഴിഞ്ഞു. അതെ, ഓക്കെ, ഇപ്പം തന്നെ നല്ല കുറുകിയ പോലെ ആകും. തള വന്നപ്പോൾ ദേ നോക്കിയേ, ഇപ്പം തന്നെ ഓൾറെഡി കുറുകി കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ അതാണ് നല്ലൊരു കുറുകിയൊരു പാകം. ഈ ഒരു ചാറോട് കൂടി ഇങ്ങനെ വരും. ഓക്കെ, ആൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞത്. തിളച്ചാൽ മാത്രം മതി. ഒക്കെ തള വന്നു.
ഇനി ഞാൻ നിങ്ങളോടൊരു സീക്രട്ട് പറയാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാം, പ്രശ്നമില്ല. ഇത് മുളകാ കറിയായി. പക്ഷെ അതിനെ കുറച്ചുകൂടെ ഡാർക്കർ കളറാക്കാനും ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂട്ടാനും നമ്മൾ അതിനകത്ത് ഒരു കാര്യം കൂടി ചേർക്കുമായിരുന്നു, ഇപ്പോഴും ചേർക്കും. അതായത് സോയാ സോസ്, നല്ല ഡാർക്ക് സോയാ സോസ്. ഇത് പൗച്ചം എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ്, POUCHONG, ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ടെക്സ്ചർ നന്നായിട്ട് മാറി ആ മൈദ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ. ഇനി ഇതാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്, സോയാ സോസ്. ഇല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ അത് ചേർക്കണം. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടാവില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് ഈ രീതിയിൽ കിട്ടും, ഇത്രയും കളർ തന്നെ ഉണ്ടാവും, അത് മതിയാവും. പക്ഷെ ഇത് ചേർക്കുമ്പോൾ ഡാർക്ക് കളറിൻ്റെ ഒരു കുറച്ചുകൂടെ ടേസ്റ്റ് ഡിഫറൻസ് വരും. നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് മാറിക്കഴിഞ്ഞു. ഫിനിഷ്ഡ്, ഇത്ര കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മുളകാക്കറി അഥവാ മുളകാക്കറി റെഡി. എല്ലാ കാര്യങ്ങളും ഉണ്ട്, എരിവ്, ഉപ്പ്, പുളി, മധുരം എല്ലാം കൂടി ചേർന്ന് വരും. സമ്മിശ്ര സമ്മേളനം. ടെൻഡറായി കഴിഞ്ഞ് നല്ല വാടിക്കുഴഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് മുളക്. അപ്പോൾ തീ ഓഫ് ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഇത് ഇരിക്കും 1-2 ദിവസം, ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഒരാഴ്ച വരെ കേടാകാണ്ടിരിക്കും. പുറത്താണെങ്കിൽ 2 ദിവസമൊക്കെ ഇരിക്കും, കുഴപ്പമില്ല. ഇനി അത് പാത്രത്തിലേക്ക് ഞാൻ മാറ്റാൻ പോണു. എന്നിട്ട് ഇത് നല്ല കറക്റ്റ് കോമ്പോ ആണ് നമ്മുടെ തൈര് സാധനത്തിന്. എന്നിട്ട് അത് രണ്ടും കൂട്ടി ഒരു കഴിക്കലുണ്ട്, കഴിച്ച് കാണിച്ചു തരാവേ. നല്ല കുറുകിയ ചാറ്. ഈ മുളകിൻ്റെ ഒരു പ്രത്യേക മണമാണെന്ന് തോന്നുന്നു, നല്ലൊരു മണം. സത്യം പറഞ്ഞാൽ തൈര് സാധനം എത്തുന്നതിന് മുമ്പേ തന്നെ കഴിച്ചു തുടങ്ങാൻ തോന്നുന്നു. ഇത് രസമായിരിക്കും, എരിവും പുളിയും മധുരവും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഫ്രിഡ്ജിൽ നിന്നും തൈര് സാധത്തിനെ കൊണ്ടുവരാൻ പോകുന്നു, എന്നിട്ട് കഴിക്കാം. ഓക്കെ, തൈര് സാധം എത്തി, മുളകാക്കറി റെഡി, തുടങ്ങാം. പ്ലേറ്റ് എടുക്കട്ടെ. ഇതൊരു സൂപ്പർ, എന്താ പറയണ്ടേ, ഒരു കംഫർട്ട് ഫുഡാണ്. ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഫുഡെന്ന് നമുക്ക് പറയാം. നമുക്ക് വയറിനൊക്കെ നല്ല സുഖം തരുന്ന, ഒരു പേടിയും വേണ്ടാത്ത ഒരു ഫുഡാണ് തൈര് സാധം. അപ്പോൾ വയറിനൊക്കെ ഭയങ്കര കൂളിംഗ് ആണ്, പ്രത്യേകിച്ച് സമ്മർ സീസണിലൊക്കെ ആണെങ്കിൽ അയ്യോ നല്ല സുഖമാണ്, വയറിനൊരു തണുപ്പ് ഫീൽ ചെയ്യും. ഇതെങ്ങനെയുണ്ട് കാണാൻ തന്നെ, എന്ത് ഭംഗിയല്ലേ. ഇതാണ് അതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ. അല്ലാതെ നമ്മൾ അച്ചാറിനെ കാട്ടിലും ഗംഭീരമാണിത്. കാര്യം ഇതിന് ആവശ്യത്തിന് എരിവുണ്ടെന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം എരിവുണ്ട്. അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ ആ മധുരവും പുളിയും കൂടി വരുമ്പോൾ നമ്മൾ രക്ഷപ്പെടും. ഇനി കൂളായിട്ടുള്ള തണുത്ത നമ്മുടെ സോഫ്റ്റ് തൈര് സാധനമായിട്ട് ഇത് കൂടുതൽ സ്പൂൺ വെച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. കോമ്പിനേഷൻ എടുക്കുന്നു. ആഹാ, അളിഞ്ഞു പോണു. ഇടയ്ക്ക് നമ്മൾ താളിച്ചിട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, മുളക്, ഇഞ്ചി, അതിൻ്റെ ടേസ്റ്റും. പുളി ഉണ്ടോയെന്ന് വെച്ചാൽ തൈര് സാധനത്തിന് അങ്ങനെ അധികം പുളിയില്ല, വെരി ലൈറ്റ്. കുറച്ച് തൈരല്ലേ. നമ്മുടെ മുളകാ കറിയായിട്ട് എന്താ കോമ്പിനേഷൻ, അയ്യോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നിർത്താനേ തോന്നില്ല, സത്യമാണ് പറയുന്നത്. കഴിച്ച് തീർത്തോളാം, തീർക്കാതിരിക്കാൻ പറ്റില്ല. ഇത്രയും കഴിച്ചാൽ തന്നെ ഫീലിംഗ് ആണ്. അതാണ് നമ്മൾ ചില സ്വാദുകൾ നമ്മളിങ്ങനെ തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് കഴിച്ചറിഞ്ഞ് അങ്ങനെയാണ്. അപ്പോൾ കേറ്ററിംഗ് പാർട്ടീസിലൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആ മുളകാ കറിയുടെ റെസിപ്പി എന്ന് പറയില്ല, എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് എത്ര പേര് വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു എന്നറിയാമോ. എന്തായാലും ഈ കറിയുടെ ടേസ്റ്റ് കൊണ്ടായിരിക്കാം കേട്ടോ. മുളകാ കറിയും തൈര് സാധവും ഒരു മസ്റ്റ് കാര്യമായിരുന്നു, ഐറ്റമായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും സോയാ സോസൊക്കെ ഒഴിച്ചില്ലേ, അപ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. ഒരിക്കലും നമുക്ക് അറിയാൻ പോലും പറ്റില്ല അതിൽ സോയാ സോസ് ഉണ്ടെന്ന്, ഒന്നും അറിയുന്നില്ല. ആ കളർ വന്നു, പിന്നെ ടേസ്റ്റ് ഇച്ചിരി കൂടെ ഹൈലൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് അപ്പായി വന്നു എന്നേ ഉള്ളൂ. കുറച്ചുകൂടെ
അടിപൊളിയാണ്. എരിവില്ലെന്ന് വെച്ചാൽ എരിവൊക്കെ ഉണ്ട്, ആവശ്യത്തിനുണ്ട്, എല്ലാത്തിലും കറക്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇത് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. കേർഡ് റൈസ് അഥവാ തൈര് സാദം വിത്ത് മിളകാ കറി. അതുകൊണ്ടാണ് ഞാൻ രണ്ടിനെ കറക്റ്റ് കോംബോ ആയിട്ട് കാണിച്ചത്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ 2 ദിവസമായിട്ട് കാണിക്കാം, പക്ഷെ എനിക്ക് തോന്നിയത് രണ്ടും കൂടി കോംബോ ആണല്ലോ, ഒന്നിച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരിക, മറക്കണ്ട. ഇതെല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യാം. ഓക്കെ, ഈ മുളക് കിട്ടിയില്ലെങ്കിൽ ബജി മുളക് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? എനിക്ക് ഫീഡ്ബാക്ക്സ് നിർബന്ധമായിട്ടും തരണം കേട്ടോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യണം തോന്നിയാൽ ഷെയർ ചെയ്യാം ലിങ്ക്. പിന്നെ എന്താ പറയേണ്ടത്, ലാസ്റ്റ് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ LN Vlogs സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് LN Vlogs യൂട്യൂബ് ഫാമിലി. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്.